മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഇന്നും നാളെയുമായി പുതുപ്പള്ളിയിലും തിരുവനന്തപുരത്തും നടക്കും. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ മന്ത്രി പൂക്കൾ അർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, KPCC നിർവാഹക സമിതി അംഗം KC ജോസഫ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ ദീർഘകാല വൈദ്യുതി കരാർ കഴിഞ്ഞ ഇടത് സർക്കാർ റദ്ദാക്കിയതാണ് ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ് ഒക്കെ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് നമുക്ക് ദീർഘനാളത്തേക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. ആ കരാർ പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. അതിന്റെ അനന്തരഫലം, അതിന്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. ആ കരാറ് വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കപിൽ സിബലിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ആ കേസ് നമ്മൾ നടത്തുകയാണ്. നമ്മൾ ആ കേസിൽ കേരളത്തിന്റെ ആവശ്യകത ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പറയും. അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഫുട്ബോൾ ഫൈനൽ ദിവസം സംസ്ഥാനത്ത് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെ സമീപിച്ച് അധികം വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.